ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫാൻ വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് റോൾഡ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് എഗ്ഗ് റോൾഡാണ്, അതുപോലെ തന്നെ എഗ്ഗ് ഫിൽഡും കൂടെയാണ്. നമ്മൾ പപ്സൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 6 ബണ്ണിലേക്കാണ് ഞാൻ ഈ 2 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മതിയാകും ഈ ഫില്ലിങ്സിനായിട്ട്. ഇനി ഇത് വഴറ്റിയെടുക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു ഹാഫ് വഴവൊക്കെ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്തെടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ചെടുത്തിട്ട് ചേർത്തെടുത്താലും മതിയാകും. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയും പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം തന്നെ അളവിൽ മുളക് പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടെ ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കൂടുതൽ വേണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ക്യാബേജ് അതുപോലെ മറ്റു പല പച്ചക്കറികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഗരം മസാല കൂടെ ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ മസാലകളുടെ അളവ് നമ്മളെടുക്കുന്ന ബണ്ണിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബണ്ണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കോട്ടിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് കോഴിമുട്ടയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് മൈദപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മൈദപ്പൊടി 2-3 സ്പൂണ് മൈദപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഞാൻ ഈ കോഴിമുട്ടയിലേക്ക് ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മൈദപ്പൊടിയിൽ ചെയ്തെടുക്കുന്നതിലേറെ ഇത് കോട്ടിങ്ങിന് നല്ലത് കോഴിമുട്ട തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബണ്ണിൽ ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബണ്ണിൻ്റെ അടിഭാഗം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറുങ്ങനെ റൗണ്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് മാറ്റിയെടുക്കണം. ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ബണ്ണ് പൊളിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങൾ കുറച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബണ്ണിൻ്റെ ഉൾവശത്തു നിന്ന് കുറച്ച് ഇതുപോലെ ബ്രെഡിൻ്റെ പൊടികൾ മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്നാണ് മാറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശത്തു നിന്ന് കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. മസാല ഒന്ന് നന്നായിട്ട് ഫില്ലഡായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതുപോലെയാണ് ബണ്ണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ നെടുകെ പുലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ ബണ്ണിലേക്ക് 1 സ്പൂൺ മസാല ചേർത്തെടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ കോഴിമുട്ട ഒന്ന് ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ 1 സ്പൂൺ കൂടെ മസാല ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇത് നന്നായിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബണ്ണിൻ്റെ ഉൾവശത്തു നിന്ന് മാറ്റി വെച്ച ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം
ഇതുപോലെ ഒന്ന് നൊട്ടിച്ച് കൊടുക്കാനായിട്ട് എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ സെറ്റായി കിട്ടും, കൂടുതൽ സമയമൊന്നും വേണ്ട. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ പൗഡറോ ചേർത്തിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചൊക്കെ ലൂസായി തോന്നും, എന്നാലും ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും. ഇതുപോലെയാണിത് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ ഈ ബണ്ണ് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ നമ്മുടെ കോഴിമുട്ടയുടെ മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇത് കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മിക്സിംഗ് ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറ്റു വശവും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വശങ്ങളും ഒന്ന് ചെറുതായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതിയാകും. വശങ്ങൾ ഓരോന്നും നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള ബണ്ണ് കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ബണ്ണെല്ലാം ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എഗ്ഗ് കോട്ടഡ് ആണ്, അതുപോലെ തന്നെ എഗ്ഗ് ഫില്ലിങ്ങും ആണ്. അപ്പോൾ ഈ എഗ്ഗ് ഫില്ലിങ്സിന് എഗ്ഗിന് പകരം നമുക്ക് ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മസാലകൾ റെഡിയാക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.